വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മളിവിടെ നോക്കുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ്. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ തേർഡ് ചാപ്റ്റർ, അതായത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ അത് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. എന്തായാലും അതിൽ നിന്നൊരു ചോദ്യം എന്തായാലും വരും. ഇപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട്, അതിൻ്റെതായ വാല്യൂ ഉണ്ട്. കാര്യം അതിൽ നിന്നൊരു ചോദ്യം വരുന്ന നേരത്ത് അതെല്ലാം നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്കൊരു 5-6 മാർക്ക് അവിടെ സെക്യൂർ ചെയ്യാൻ സാധിക്കും. മിനിമം ഒരു 10 മാർക്ക് അവർ പറഞ്ഞത്, എന്നാലും ഒരു 5-6 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് സെക്യൂർ ചെയ്യാൻ സാധിക്കും. നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് റിഡംഷൻ്റെ കണക്കുകൾ ഫുള്ള് കഴിഞ്ഞു. പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ. ഇനി വളരെ 2 ചെറിയ ടോപ്പിക്കും കൂടിയാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഒന്ന് റിഡംഷൻ ബൈ കൺവേർഷൻ എന്നുള്ളതാണ്. അതായത് പ്രിഫറൻസ് ഷെയറുകളെ ഇക്വിറ്റി ഷെയറുകളാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത്. സോ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ബൈ കൺവേർഷൻ എന്നുള്ളതാണ് ടോപ്പിക്ക്. അപ്പോൾ അവിടെ അത് തിയറി ആയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എ കമ്പനി മേ ഇഷ്യൂ കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ. സച്ച് പ്രിഫറൻസ് ഷെയർസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് വിത്തിൻ എ സർട്ടൻ പീരീഡ്. അപ്പോൾ ഒരു സമയത്തിനുള്ളിൽ പ്രിഫറൻസ് ഷെയറുകളെ ഇക്വിറ്റി ഷെയറുകളാക്കിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ അതായത് ഈ പ്രിഫറൻസ് ഷെയറുകൾക്ക് പൈസ കൊടുത്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, റിഡീം ചെയ്യുന്നത്. അതിനെന്ത് ആക്കി മാറ്റുക, ഇക്വിറ്റി ഷെയറുകളാക്കി മാറ്റുക. അങ്ങനെ എന്ത് ചെയ്യുക, അതിനെ റിഡീം ചെയ്യുക. പ്രിഫറൻസ് ഷെയറുകൾ നമ്മൾ എന്താണ് പൈസ കൊടുത്ത് തിരിച്ച് വാങ്ങുന്നില്ല, നമ്മളതിനെ ഇക്വിറ്റി ഷെയറുകളാക്കി കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ ജേർണൽ എൻട്രീസിന് ചെറിയ മാറ്റം വരുന്നുണ്ട്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് കമ്പനി. അപ്പോൾ കമ്പനിയുടെ ബുക്സിൽ വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഒന്നെന്താണ്. അപ്പോൾ റിഡംഷന് നമ്മൾ ഈ ഒരു എൻട്രി കോമൺ ആയിട്ട് എഴുതുന്നതാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇനി പ്രീമിയം ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും, പ്രീമിയം ഓൺ റിഡംഷൻ ഈ ഒരു സൈഡിൽ എഴുതി ഒരു ഡെബിറ്റും കൂടി വരും. ഓക്കെ. നിങ്ങളിതിന് മുൻപുള്ള ഫോർമാറ്റ് ശ്രദ്ധിക്കാം. റിഡംഷന് അവസാനത്തെ 2 എൻട്രി ഞാൻ പറയാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതിലൊരു എൻട്രി ആണത്. അപ്പോൾ ഇവിടെ പ്രീമിയം ഉണ്ടെങ്കിൽ അങ്ങനെ വരും, അല്ലെങ്കിൽ എന്താണ്. അപ്പോൾ പ്രീമിയം നമ്മൾ കൺവേർട്ട് ചെയ്യണ നേരത്തെ പ്രീമിയം കൊടുക്കില്ലല്ലോ. ഇനി എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ ഇക്വിറ്റി ഷെയറുകൾ കൺവേർട്ട്. അപ്പോൾ ഇക്വിറ്റി ഷെയർ 3 തരത്തിൽ കൊടുക്കാമല്ലോ. ഒന്ന് പാർ വാല്യൂവിന് കൊടുക്കാം. അതായത് ഇക്വിറ്റി ഷെയറിൻ്റെ വില 10 രൂപയാണെങ്കിൽ ആ 10 രൂപക്ക് തന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ പാർ വാല്യൂക്ക് കൊടുക്കുക എന്നുള്ളത്, യഥാർത്ഥ വിലയ്ക്ക്. പിന്നെ കൺവേർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഓൺ പ്രീമിയം. ചിലപ്പോൾ 10 രൂപേൻ്റെ ഇക്വിറ്റി ഷെയർ 11 രൂപക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു രൂപ ഉണ്ടല്ലോ, അതാണ് അല്ലെ 10ൻ്റെ കൂടെ ഒന്നും കൂടി ആഡ് ചെയ്യുന്നില്ലേ, ആ ഒന്നാണ് എന്ത്, പ്രീമിയം. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് വരും, കൺവേർട്ട് ചെയ്യുന്ന നേരത്ത്. ഇപ്പോൾ ആദ്യത്തെ കേസാണെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. രണ്ടാമത് പ്രിഫറൻസ് ഷെയർ ഹോൾഡർ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം ആണ്. ഇനിയിപ്പം മൂന്നാമത്തെ കേസ് 10 രൂപേൻ്റെത് 9 രൂപക്ക് കൊടുക്കുക. അപ്പോൾ 10ന്ന് 1 മൈനസ് ചെയ്യല്ലേ, ഡിസ്കൗണ്ട്. മൂന്നാമത്തെ എന്താണ്, ഡിസ്കൗണ്ടിന് കൊടുക്കുക എന്നുള്ളതാണ്. കൺവേർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ 10 രൂപേൻ്റെ സാധനം 9 രൂപയ്ക്ക് എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടിന് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെക്കുക. ഇത് കൺവേർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ആണ്, ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ചോദ്യം നോക്കാം. സൗമ്യ ലിമിറ്റഡ് had issued 30,000 12% preference shares of ₹10 each. The company decided to convert the preference shares to 3,000 equity shares of ₹100 each. അപ്പോൾ സൂര്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിക്ക് 30,000 പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അതിന് വില 10 രൂപയാണ്. കമ്പനി എന്ത് ചെയ്യുന്നു, 3,000 ഇക്വിറ്റി ഷെയറുകളായിട്ട് അവർക്ക് കൊടുക്കുന്നു. 30,000 പ്രിഫറൻസ് ഷെയർ വാങ്ങി വെച്ചിട്ട് അതേ തുകക്കുള്ള 3,000 ഇക്വിറ്റി ഷെയർ, അതിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ 3 ലക്ഷം കണക്കായി. 30,000 × 10 3 ലക്ഷം. ഇപ്പോൾ ഇവിടുത്തെ കേസിന് 30,000 അല്ലെ, 30,000 പ്രിഫറൻസ് ഷെയർ ആണ്, × 10 3 ലക്ഷം. ഇവിടെ എന്താണ്, 3,000 × 100 3 ലക്ഷം. അപ്പോൾ അറ്റ് പാർ വാല്യൂനാണ് കൊടുക്കുന്നത്. ഒന്നും നോക്കാനില്ല, നിങ്ങൾ ഈ 2 എൻട്രി മാത്രം എഴുതിയാൽ മതി. ഒന്ന് 12% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, പിന്നെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. 2 ഭാഗത്ത് എന്ത് വരുന്നു, 3 ലക്ഷം. ആദ്യം പ്രിഫറൻസ് ഷെയർ വാങ്ങി വെക്കുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. പിന്നെ ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കുന്നു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നു. നറേഷൻ എഴുതുക. ബീങ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് ഇവിടെ വരുന്നത്. ബീങ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ബൈ കൺവേർഷൻ ടു ഇക്വിറ്റി ഷെയർ, അല്ലെങ്കിൽ ബീങ് പ്രിഫറൻസ് ഷെയർസ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർ. നിങ്ങളുടെ ലാംഗ്വേജ് അത്. ഓക്കെ. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. പ്രിഫറൻസ് ഷെയർ ആദ്യം വാങ്ങുന്ന എൻട്രി എഴുതുന്നു, പിന്നീട് എന്താണ് അതിന് ബദലായിട്ട് ഇക്വിറ്റി ഷെയർ കൊടുക്കുന്ന എൻട്രി എഴുതുന്നു. ഇനി അടുത്തതാണ് ചന്ദ്ര ലിമിറ്റഡ് had issued 48,000 10% preference shares of ₹10 each. The company resolved to convert the preference shares to 40,000 equity shares of ₹10 each at a premium of ₹2 per share.
അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ 48,000 പ്രിഫറൻസ് ഷെയറുകളാണ് കമ്പനിയുടെ കയ്യിലുള്ളത്. അതാണ് റിഡീം ചെയ്യുന്നത്. റിഡീം ചെയ്യാന്ന് വെച്ചാൽ അത് കൺവേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 4,80,000, 48,000 × 10, 4,80,000 രൂപ വിലയുള്ള പ്രിഫറൻസ് ഷെയറുകളാണ് ഉള്ളത്. അതിന് ബദലായിട്ട് കമ്പനി 40,000 ഇക്വിറ്റി ഷെയറാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വേറെ കാൽക്കുലേഷൻ വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഇക്വിറ്റി ഷെയറിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 40,000 × 10, 4 ലക്ഷത്തിന് ഇക്വിറ്റി ഷെയറേ കൊടുക്കുന്നുള്ളൂ. 2 രൂപ ആ ഇക്വിറ്റി ഷെയറിന് പ്രീമിയം ഉണ്ട്. ആ ഇക്വിറ്റി ഷെയർ വിലയുള്ള ഇക്വിറ്റി ഷെയറാണ്. അതുകൊണ്ട് ആ 4 ലക്ഷം വിലയുള്ള ഇക്വിറ്റി ഷെയർ മാത്രമേ ഈ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള 80,000 രൂപ പ്രീമിയമാണ്. അത് ഈ പറഞ്ഞ നമ്മുടെ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമാണ്. നഷ്ടമല്ല, ഇക്വിറ്റി ഷെയറിന് വിലയുള്ള ഇക്വിറ്റി ഷെയർ ആയതുകൊണ്ടാണ്, പ്രീമിയമുള്ള ഇക്വിറ്റി ഷെയർ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് ആദ്യം എന്താണ്, ഇപ്പോൾ ഈ ഒരു ശതമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെപ്പോഴും പ്രിഫറൻസ് ഷെയറിന് മുൻപിലായിട്ട് ചെയ്താൽ, ഷെയർ ക്യാപിറ്റലിന് മുൻപിലായിട്ട്. അപ്പോൾ ആദ്യത്തെ എൻട്രി ഇതാണ്. 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ₹4,80,000 ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ₹4,80,000. അത് കഴിഞ്ഞിട്ട് വരുന്നത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ₹4,80,000. അത് കൃത്യമായിട്ട് ഇവിടെ തന്നെ എഴുതണം, ഈ എമൗണ്ട് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് എത്രയാണ് ഇക്വിറ്റി ഷെയർ വരുന്നത്, അത് 40,000 × 10 എന്ന് ഇവിടെ എഴുതുക, ബ്രാക്കറ്റിൽ 4 ലക്ഷം. പിന്നെ 2 × 40,000, 80,000. ഓക്കെ. അപ്പോൾ ഈ കേസിൽ പറയുമ്പം 4,80,000 പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിലും 4 ലക്ഷത്തിന് ഇക്വിറ്റി ഷെയർ മാത്രമേ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നുള്ളൂ. ബാക്കി 80,000 എന്താണ്, അത് ഈ പറയുന്ന പ്രീമിയമാണ്, സെക്യൂരിറ്റീസ് പ്രീമിയമാണ്, 2 × 40,000. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ കേസാണ്, അത് ഡിസ്കൗണ്ടിൻ്റെ ഓപ്ഷനാണ് അല്ലെങ്കിൽ കേസാണ്. പ്രഭ ലിമിറ്റഡ് ആഡ് ഇഷ്യൂഡ് 90,000 14% പ്രിഫറൻസ് ഷെയർസ് ഓഫ് ₹10 ഈച്ച്. പ്രഭ ലിമിറ്റഡിൻ്റെ കയ്യിൽ 90,000 പ്രിഫറൻസ് ഷെയറുകളുണ്ട്. ഒന്നിൻ്റെ വില 10 രൂപ. അപ്പോൾ 9 ലക്ഷത്തിൻ്റെ പ്രിഫറൻസ് ഷെയറുകളുണ്ട്. ഇറ്റ് ഡിസൈഡഡ് ടു കൺവേർട്ട് ദ ഷെയർസ് ഇൻ ടു 1 lakh ഇക്വിറ്റി ഷെയർ. അപ്പോൾ അതിന് ബദലായിട്ട് 1 ലക്ഷം ഇക്വിറ്റി ഷെയറുകളാണ് ആൾക്ക് കൊടുക്കുന്നത്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അത് 1 ലക്ഷം × 10 രൂപയാണ് അതിൻ്റെ വില. 1 ലക്ഷത്തിൻ്റെ അല്ല 10 ലക്ഷത്തിൻ്റെ സാധനമാണ് കൊടുക്കുന്നത്. 9 ലക്ഷത്തിൻ്റെ സാധനത്തിന് പകരം 10 ലക്ഷത്തിൻ്റെ ഇക്വിറ്റി ഷെയറാണ്. കാര്യം ഇക്വിറ്റി ഷെയറിന് വിലയില്ല, 1 രൂപ ഡിസ്കൗണ്ട് വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ജേർണൽ എൻട്രി വരിക. അപ്പോൾ 14%, ഈ ശതമാന കണക്കുണ്ടല്ലോ അതെപ്പോഴും ഒന്ന് എഴുതാൻ ശ്രമിക്കുക. 14% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അറ്റ് ₹9 lakh ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ എന്ന് മാത്രം എഴുതിയാൽ മതി. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയറിന് എഴുതണം. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് അറ്റ് 1 lakh. അതെങ്ങനെ വന്നു, 1 × 1 ലക്ഷം. പിന്നെ 10 × 1 ലക്ഷമാണ് ഇവിടെ വരുന്നത്. ഇവിടെ 10 അല്ല, 1 ലക്ഷം × 10 അതിവിടെ എഴുതുക, 1 ലക്ഷം × 1 ഇവിടെ എഴുതുക. പിന്നെ ഇത് കൃത്യമായിട്ട് ഈ എമൗണ്ട് കൃത്യമായിട്ട് ഇവിടേക്ക് എഴുതുക. അത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ അക്കൗണ്ട് അറ്റ് 1 lakh ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അതാണ് ഈ 3 കേസ്. അത് എന്തായാലും ചോദിക്കുന്നതാണ്, ഒന്ന് എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതാണ് കൺവേർഷനിൽ ഈ 3 കണക്കുകളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചിട്ട് അതൊന്നും എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഇനി അടുത്തത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ബൈ ഇഷ്യൂയിങ് ന്യൂ പ്രിഫറൻസ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അതൊന്നും വരുന്നില്ല. നമ്മളിപ്പോൾ നിലവിൽ എന്ത് ചെയ്യുക, ആ കട ഒന്ന് പുതുക്കുകയല്ലേ നമ്മൾ. ഇപ്പോൾ ആദ്യം 10% പലിശ കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ അത് 12% ആക്കി മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടി പുതുക്കുക, വീണ്ടും പുതിയ ഡേറ്റ് വെക്കുക. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ പൈസയില്ല, ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനും വരിക. അപ്പോൾ ഒന്ന് പുതുക്കുക അതിന്. അപ്പോൾ പലിശ നിരക്ക് കൂടും. ഇപ്പോൾ 10% പ്രിഫറൻസ് ഷെയർ ചിലപ്പോൾ 12% ആവും, ചിലപ്പോൾ പലിശ കുറയുകയും ചെയ്യും. അത് നമ്മുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്, നമ്മളും ഷെയർ ഹോൾഡേഴ്സും നമ്മളുടെ കണ്ടീഷനാണ്. അപ്പോൾ അതാണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ബൈ ഇഷ്യൂയിങ് ന്യൂ പ്രിഫറൻസ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ കമ്പനീസ് ആക്ട് 2013, where a company is not in a position to redeem any preference shares in accordance with the terms of issue. പുതിയൊരു പ്രിഫറൻസ് ഷെയർ കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. ഫോളോയിങ്സ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് അൻവർ ലിമിറ്റഡ്. അൻവർ ലിമിറ്റഡിൻ്റെ ബാലൻസ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് ഷീറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് നോക്കുക. 4 ലക്ഷം ഉണ്ട്, അതിന് നോട്ട് കൊടുക്കും താഴെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആയിട്ട് പറയും. ഇവിടെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് എത്ര ഉണ്ട്, അത് 1,50,000 ഉണ്ട്. 12% പ്രിഫറൻസ് ഷെയർ ആണ്. ഇക്വിറ്റി ഷെയർ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കഴിഞ്ഞ് കമ്പനി ഡിസൈഡഡ് ടു റിഡീം ദ പ്രിഫറൻസ് ഷെയർസ് ദ കമ്പനി വിത്ത് ദ കോൺസെൻറ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ദ നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ NCLT ഇഷ്യൂഡ് 15%. അപ്പോൾ ഇവിടെ 12% പ്രിഫറൻസ് ഷെയറിന് പകരം 15%. അപ്പോൾ അതിൻ്റെ പലിശ നിരക്ക് കൂടി 3% കൂട്ടിയിട്ട് പുതിയ പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓഫ് ₹1,50,000 ടു ദ എക്സിസ്റ്റിംഗ്. അപ്പോൾ കണക്കിൽ പോലും മാറ്റില്ല അല്ലേ, ഇതേ എമൗണ്ട് ഉള്ള പ്രിഫറൻസ് ഷെയർ തന്നെയാണ്, അതിൻ്റെ പലിശ നിരക്ക് കൂട്ടി.
അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വർഷത്തിൽ കിട്ടുന്ന പലിശ കൂടുക ചെയ്യുക. ഗിവ് ജേണൽ എൻട്രീസ് റെക്കോർഡിംഗ് റിഡംഷൻ. ഇത് മാത്രമാണ് എൻട്രി വരുന്നത്. ആദ്യം എന്താണ് 12% പ്രിഫറൻസ് ഷെയർ ആദ്യം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി, സെയിം എമൗണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കൊടുത്തു? ന്യൂ 15% പ്രിഫറൻസ് ഷെയർ കൊടുത്തു. കണക്കിനൊരു മാറ്റമില്ല. നറേഷൻ ശ്രദ്ധിക്കുക. എന്താണ്? ബീയിങ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ, ഇവിടെ ബീയിങ് ഇഷ്യൂ ഓഫ് ന്യൂ പ്രിഫറൻസ് ഷെയർസ് ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിരുന്നാൽ പോലും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത് ഒരൊറ്റ ഇതിൽ സ്ട്രെച്ച് തന്നെ എപ്പോഴും പഠിക്കുക. കുറച്ച് അതായത് ഇടയ്ക്ക് വെച്ചിട്ട് പഠിക്കരുത്. അതായത് ഇപ്പോൾ ആദ്യം വെറുതെ പ്രീമിയം മാത്രം പഠിച്ചു പോയത്, അത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒറ്റ സ്ട്രെച്ചിൽ എന്താണ് വായിച്ച് പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇപ്പോൾ അടുത്ത ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഓക്കെ, ലൈവിൽ എന്തായാലും ഇത് എന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചെയ്യാം.